എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. കൃഷ്ണമന്റെ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ് ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 31-ാം അധ്യായം 19-ാമത്തെ ശ്ലോകം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇന്ന് 20-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവാം പുത്രേതി തന്മയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാഹതസ്മി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. തൃതീയ സ്കന്ധം 31-ാം അധ്യായം ശ്ലോകം 20. മൂന്നാം സ്കന്ധം 31-ാം അധ്യായം ശ്ലോകം 20. പോഹം വസന്നപി വിഭോ ബഹുദുഃഖവാസം ഗർഭം നിർജഗമിഷേ ബഹിരന്ധകൂപേ യത്രോപയാതമുപസർപ്പതി ദേവമായാം മിഥ്യാമതിര്യതനു സംഹൃതിചക്രമേതൽ. ഫോ അഹം, അങ്ങനെയുള്ള ഞാൻ. ഈ 6-8 ശ്ലോകത്തിൽ കൂടി വിവരിച്ച് ഗർഭവാസത്തിൽ കിടന്ന് കണക്കറ്റ് വേദന അനുഭവിക്കുന്ന ദുഃഖിക്കുന്ന ഞാൻ വസൻ അപി, ഇവിടെ വസിക്കുകയാണെങ്കിലും ഈ ഗർഭത്തിൽ വസിക്കുകയാണെങ്കിലും ഹേ വിഭോ, സർവ്വവ്യാപിയായ ഹേ ഭഗവൻ, ബഹുദുഃഖവാസം, വളരെയധികം ദുഃഖത്തോടുകൂടി ഇവിടെ വസിക്കുകയാണ് എങ്കിലും ഞാൻ ഇതുവരെ പറഞ്ഞ അങ്ങനെയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഇതിനകത്ത് നിന്ന് പുറത്ത് കിടക്കാൻ അനുവദിക്കണം, അതിന് വേണ്ട ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞത്. ശരിയാണ്, ഞാൻ വളരെ ദുഃഖം അനുഭവിച്ച് ഇന്നത്തെ കിടക്കുകയാണ്. എങ്കിൽ പോലും ഗർഭാത് നിർജിഗമിഷേ, ഗർഭത്തിൽ നിന്നും പുറത്തേക്ക് കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുവരെ വേണമെന്നായിരുന്നു, ഇപ്പൊ വേണ്ടെന്ന് പറയാൻ പോവാ. നിർജഗമിഷേ എന്ന് വെച്ചാൽ പുറത്തേക്ക് പോവുക. നിർജഗമിഷേ, പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഗന്ധും ഇച്ഛയാണ് ജിഗമിഷ, ഗമിക്കാനുള്ള ആഗ്രഹം. അത് നിരുപസർഗം ചെയ്തപ്പോൾ എന്താണ്? നിർജിഗമിഷേ, നിർജിഗമിഷേ പുറത്തേക്ക് കിടക്കാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. നിർജഗമിഷേ ആഗ്രഹിക്കുന്നില്ല. ഗർഭത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ കാരണം? ബഹിരന്ധകൂപേ, ഈ ബാഹ്യലോകം മുഴുവൻ അന്ധകാരകൂപത്താൽ നിറയപ്പെട്ടതാണ്. ഒരു കിണറ്റിൽ നിന്ന് ഞാൻ ചാടുന്ന മറ്റൊരു കിണറ്റിലേക്കായിരിക്കും. ആ കിണറ്റിലെ ദുഃഖം ഏറെക്കുറെ ധാരാളം അനുഭവിച്ചിട്ട് ഇനിയും മറ്റു ദുഃഖം അനുഭവിക്കാൻ മറ്റൊരു ഒരു കിണറ്റിലേക്ക് ചാടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അനുഭവിച്ചതൊക്കെ തന്നെ മതി. ഇനി എനിക്ക് എന്താണ്, ഈ ബഹിർലോകമെന്ന മറ്റൊരു കൂപം, അന്ധകാരകൂപം, അതിലേക്ക് ഇനി വീഴാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബഹിരന്ധകൂപേ എത്രോപയാതമുപസർപ്പതി ദേവമായാം. എത്ര, ഈ യാതൊന്നിൽ, ഉപയാതം ഉപസർപ്പതി, ഉപയാതം പ്രാപിച്ചവനായ എന്നെ, ഉപയാതനായവനെ, ഉപയാതം ഉപസർപ്പതി അടുക്കലേക്ക് എത്തിവരും, ദേവമായ, അങ്ങയുടെ മായ. ഞാൻ പുറത്തേക്ക് ചാടി വീണു കഴിഞ്ഞാൽ അപ്പം എൻ്റെ മേൽ ആക്രമണത്തിന് വന്ന് കാത്തിരിക്കും. അവിടെ മുതൽ മായയുടെ ആക്രമണത്തിൽ ഞാൻ അകപ്പെട്ടു പോവുകയുള്ളൂ. മിഥ്യാമതി യദനു സംഹൃതിചക്രമേതൻ. മിഥ്യാം അനു,
മിഥ്യയായി അനുഭവിക്കുന്ന ഈ ശരീരത്തിൽ എനിക്ക് അഭിമാനം കൂടും. അതിനെ അനുസരിച്ച് ഏതത് സംസ്കൃതി ചക്രം, ഈ സംസാര ചക്രത്തെയും ഉപസർപ്പതി ഞാൻ പ്രാപിക്കും. ജനിച്ച് വീണ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മുതൽ ഞാൻ 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 എന്നുള്ള അഹംഭാവം എനിക്ക് കൂടി വരും. എൻ്റെ ശരീരം, എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ മൂക്ക് എന്നിങ്ങനെ എല്ലാം എൻ്റേതാണെന്നുള്ള അഹംഭാവം. എന്തുകൊണ്ടാണ്? അത് മായ കൊണ്ടാണ്. അത് കൂടി വന്നിട്ട് ഈ സംസാര ചക്രവും എന്ത് ചെയ്യും? എന്നെ ബാധിക്കുകയും ചെയ്യും. ഈ സംസാര ചക്രത്തിൽ അകപ്പെടുന്നതിനേക്കാൾ ഭേദം ഇവിടെ പെട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും വിചാരം ഇത് രക്ഷപ്പെടണം എന്നാണ്. എന്തായാലും ഞാൻ ഇതിൻ്റെ അകത്ത് അകപ്പെട്ടു, ഇനി ഈശ്വരായ എന്നെ രക്ഷപ്പെടും. എന്തിനാ പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് അകപ്പെടാൻ പോകുന്നത്? അപ്പം നീ രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എന്നെ ഇതിന് പുറത്തേക്ക് വിടണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞെങ്കിലും ഇപ്പം ഞാൻ പുറത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കുറേ ദുഃഖങ്ങളും വിഷമതകളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അനുഭവിച്ച് ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാം. പുറത്തേക്ക് കിടന്നാൽ അങ്ങയുടെ മായ എന്നെ ഇന്ന് പ്രാപിച്ചിട്ട് മിഥ്യയായ എൻ്റെ ശരീരത്തിൽ ഞാനെന്നുള്ള അഹംഭാവം കൂടിയിട്ട് സംസാര ചക്രത്തിൽ കിടന്ന് കറങ്ങുകയുള്ളൂ. ഞാൻ ഈ കിണറ്റിൽ വീഴുന്നതിനേക്കാൾ ഭേദം ഇപ്പോൾ ഉള്ള കിണർ ധാരാളം മതി. അതിനകത്ത് അനുഭവിച്ച് എനിക്ക് മതിയായിക്കൊള്ളാം. സോഹം വസന്നപി വിഭോ ബഹുദുഃഖവാസം ഗർഭന്ന നിർജഗമിഷേ ബഹിരന്ധകൂപേ എത്രോപയാതമുപസൃപ്പതിരേവമായാം മിഥ്യാമതിര്യതനു സംസൃതിചക്രമേതൽ. ഹേ വിഭോ, ബഹുദുഃഖവാസം വസൻ അപി സ അഹം ഗർഭാത് അന്ധകൂപേ ബഹിഃ ന നിർജിഗമിഷേ എത്ര ഉപയാതം ദേവമായ മിഥ്യാമതിഃ യദനു ഏതത് സംസൃതിചക്രം ഉപസർപ്പതി. സോഹം വസന്നപി വിഭോ ബഹുദുഃഖവാസം ഗർഭന്ന നിർജിഗമിഷേ ബഹിരന്ധകൂപേ എത്രോപയാതമുപസർപ്പതി ദേവമായ മിഥ്യാമതിര്യതനു സംസൃതിചക്രമേതൽ. സോഹം വസന്നപി വിഭോ ബഹുദുഃഖവാസം ഗർഭന്ന നിർജഗമിഷേ ബഹിരന്ധകൂപേ എത്രോപയാതമുപസർപ്പതി ദേവമായാം മിഥ്യാമതിര്യതനു സംസൃതിചക്രമേതൽ. തസ്മാദഹം വിഗതവിക്ലവ ഉദ്ധരിഷ്യേ ആത്മാനമാശു തമസസ്ഫോദാത്മനൈവ ഭൂയോ യഥാ വ്യസനമേതദനേകരന്ധ്രം മാമേ ഭവിഷ്യദുപസാദിത വിഷ്ണുപാദം. തസ്മാത് അതുകൊണ്ട് അഹം ഞാൻ വിഗതവിക്ലവാം, വിഗതമായ വിക്ലവത്തോടു കൂടിയവനായിട്ട്, വിഗതമായ പൊയ്പോയ, വിക്ലവം ദുഃഖം സങ്കടം, വിഗതവിക്ലവനായിട്ട് ദുഃഖമില്ലാത്തവനായിട്ട് ഉദ്ധരിഷ്യേ ഞാൻ ഈ അന്ധകാരമാകുന്ന ഇപ്പോഴെനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൂപത്തിൽ ഉദ്ധരിക്കുന്നേ. ഉദ്ധരിക്കുക, ഇതിൻ്റെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുക. ആത്മാനമാശു തപസ്സുഹൃദാത്മനൈവ, ആത്മാനം തൻ്റെ ആത്മാവിനെ ആശു വേഗന്ന് തമസഹ സുഹൃത്ത് ഇരുട്ടിൻ്റെ ഈ അന്ധകാരമാകുന്ന ഇരുട്ടിൽ നിന്നും വേഗന്ന് ഞാൻ ഉദ്ധരിക്കുന്നു. ഭൂയോ യഥാ വ്യസനം ഏതത് അനേകരന്ധ്രം, വീണ്ടും അനേകരന്ധ്രം അനേക യോനികളിൽ കൂടി പ്രവേശിച്ചു വന്നുകൂടിയവനായ ഈ ഞാൻ മാമേ ഭവിഷ്യത് ഉപസാദിത വിഷ്ണുപാദം യഥാ മാ ഭവിഷ്യത് ഉണ്ടാകാതിരിക്കത്തക്ക വിധം ഏറ്റവും ബന്ധുവായിരിക്കുന്ന സുഹൃത്തായിരിക്കുന്ന ആ ബുദ്ധി കൊണ്ട് തന്നെ ഉപസാദിത വിഷ്ണുപാദ, ഉപസാദിതം
അടുത്തിരിക്കുന്ന വിഷ്ണുപാദം പ്രാപിക്കപ്പെട്ട വിഷ്ണുപദങ്ങളോട് കൂടിയവനായിട്ട് എൻ്റെ ആത്മാവിനെ ഈ അന്ധകാരത്തിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും ഉദ്ധരിച്ചുകൊള്ളാം. ഈ സ്ഥാനത്ത് നിന്നും പുറമേ പോകുന്നതിനേക്കാൾ ഭേദം ഇവിടെ തന്നെ. കാരണം പുറത്തോട്ട് പോയാൽ ഈ മായാ ജടിലമായ സംസാര ദുഃഖം അനുഭവിക്കണമെന്ന് മാത്രമല്ല, അവിടെ മരിച്ചിട്ട് വീണ്ടും മറ്റെന്തെങ്കിലും യോനിയിൽ പോയി ജനിക്കേണ്ടി വരും. ഇങ്ങനെ ജനനമരണങ്ങളുടെ അത്ര യോനികളിൽ കൂടി ഞാൻ സഞ്ചരിച്ചു പോകേണ്ടി വരും. ജനിക്കാനും മരിക്കാനും വേണ്ടി മാത്രം എന്നെ ഈ സംസാരത്തിലേക്ക് ഇനി വിടണ്ട. ആ ദുഃഖം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് എൻ്റെ ചിത്തത്തെ നിശ്ചലമാക്കി ബുദ്ധിയെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ദൃഢമായ ധ്യാനവൈഭവം കൊണ്ട് ആത്മസാക്ഷാത്കാരം പ്രാപിച്ച് ഞാൻ എൻ്റെ ആത്മാവിനെ ഉദ്ധരിച്ചു കൊള്ളാം. അതിനുവേണ്ടി എന്നെ ഞാൻ പുറത്തേക്ക് വിടില്ല. അതുകൊണ്ട് തസ്മാദഹം വിഗത വിക്രവ ഉദ്ധരിഷി. ഒരു ദുഃഖവും ഇല്ലാത്തവനായിട്ട് ഞാൻ എൻ്റെ ആത്മാവിനെ ആത്മാനം ആശു ഉദ്ധരിച്ചു. എൻ്റെ ആത്മാവിനെ ഞാൻ വേഗം ഉദ്ധരിപ്പിച്ചു കൊള്ളാം. ഏതിൽ നിന്നും? തമസഹ, ഈ ഇരുട്ടാകുന്ന അന്ധകാരത്തിൽ നിന്നും. ആത്മനായേവ, തന്നെത്താൻ തന്നെ. ഭൂയോ യഥാ വ്യസനമേതത് അനേകരന്ധ്രം, വീണ്ടും അനേകരന്ധ്രമായ ഈ വ്യസനം ഉണ്ടാവാതിരിക്കത്തക്ക വിധത്തിൽ സുഹൃത്തായ അങ്ങയുടെ ആ പാദപത്മങ്ങളിലേക്ക് ഞാൻ അഭയം പ്രാപിച്ചുകൊള്ളാം. ഭവിഷ്യത് ഉപസാദിത വിഷ്ണുപാദ, ഉപസാദിതം അടുത്തേക്ക് എത്തിച്ചേർന്ന് പ്രാപിക്കുന്ന ആ വിഷ്ണുപാദത്തെ ഞാൻ ഇനി പ്രാപിച്ചു കൊള്ളാം. ഇവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ വീണ്ടും ഈ സംസാര ചക്രത്തിലിട്ട് വലയിക്കരുത്. ഇപ്പോഴനുഭവിച്ചത് ധാരാളം മതിയായി. ഇനി ഞാൻ ഭഗവത് ധ്യാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എൻ്റെ ശരീരവും ബുദ്ധിയും മനസ്സും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ആത്മസ്വരൂപത്തെ ഭഗവാനിലേക്ക് സമർപ്പിച്ച് ഞാൻ മോക്ഷസ്വരൂപത്തിലേക്ക് പ്രാപിച്ചു കൊള്ളാം എന്ന് ഒരു ദൃഢപ്രതിജ്ഞ ഭഗവാനോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കിടന്ന് ആവശ്യപ്പെട്ടിട്ട് വന്നവരാണെന്നാണ് വ്യാസൻ പറയാൻ പോവുക. എല്ലാ ജീവികളും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. അകത്ത് കിടന്ന് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. തസ്മാദഹം വിഗത വിക്ലവ ഉദ്ധരിഷ്യ ആത്മാനമാശുതമസുഹൃദാത്മനൈവാം ഭൂയോ യഥാ വ്യസനമേതദനേകരന്ധ്രം മാമേ ഭവിഷ്യതുപസാദിത വിഷ്ണുപാദം. തസ്മാത് ഭൂയ അനേകരന്ധ്രം ഏതദ്വ്യസനം യഥാ മാ ഭവിഷ്യത് സുഹൃദാം ആത്മനായേവ ഉപസാദിത വിഷ്ണുപാദ ആത്മാനം തംസഃ വിഗത വിക്ലവ ആശു ഉദ്ധരിഷ്യ. ഉദ്ധരിഷ്യെ എന്ന് അർത്ഥം പറയുമ്പോൾ പറയും, വായിക്കുമ്പോൾ ഉദ്ധരിഷ്യ എന്ന് വായിച്ചാൽ മതി. അർത്ഥം പറയുമ്പോൾ ഉദ്ധരിഷ്യെ എന്ന് വേണം. തസ്മാദഹം വിഗത വിക്ലവ ഉദ്ധരിഷ്യ ആത്മാനമാശു തമസസുഹൃദാത്മനൈവാം ഭൂയോ യഥാ വ്യസനമേതദനേകരന്ധ്രം മാമേ ഭവിഷ്യതുപസാദിത വിഷ്ണുപാദം. തസ്മാദഹം വിഗത വിക്ലവ ഉദ്ധരിഷ്യ ആത്മാനമാശു തമസസുഹൃദാത്മനൈവാം ഭൂയോ യഥാ വ്യസനമേതദനേകരന്ധ്രം മാമേ ഭവിഷ്യതുപസാദിത വിഷ്ണുപാദം. ഇത്രയും പറഞ്ഞ് ആ കുട്ടിയായില്ല, ജന്തു എന്നാണ് ഭാഗവതം അതിന് പേരിട്ടത്. അത് തൻ്റെ വാക്കുകൾ ഉപസംഹരിപ്പിച്ചു. ഈശ്വര, എന്നെ പുറത്തേക്ക് വിടണ്ട, ഞാൻ ഇതിൻ്റെ അകത്ത് കിടന്ന് തന്നെ ജീവൻ മുക്തി അടഞ്ഞ് ഇനിയും ജനനം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇനി ബാക്കി കഥ കപിലൻ പറയുകയാണ്. കപില ഉവാചാം ഏവം കൃതമതർഗർഭേദശമാഫ്യസ്തുവൻ ഋഷി സദ്യക്ഷിപത്യവാചീനം പ്രഫുദ്ധി പൂതിമാരുതാം. ഏവം ഇങ്ങനെ കൃതമതി, ബുദ്ധിയിൽ ഉറപ്പിച്ചു. കൃതമതി,
മതിയിൽ കൃതമായി ചെയ്യപ്പെട്ടു. ഗർഭേ ഗർഭത്തിൽ കിടന്നുകൊണ്ടാണ്. ദശമാഫ്യ 10 മാസം ആയപ്പോൾ, ദശമാസം പൂർണ്ണമായപ്പോൾ, ദശമാഫ്യ തുവന്ന ഋഷി, ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് ഈ ജന്തുവിനെയാണ് ഋഷി എന്ന് വിളിക്കുന്നത്. നേരത്തെ പോലെ അങ്ങനെയാണ് വിളിക്കുക. ഈ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഋഷിയായ ഈ കുട്ടി സദ്യ പെട്ടെന്ന് ക്ഷിപതി അവാചീനം, ക്ഷിപത്യവാചീനം, അവാചീനം വെച്ചാൽ കീഴ്പോട്ട്, ക്ഷിപതി മാറ്റുക, തൻ്റെ ശിരഫ് കീഴ്പോട്ടേക്ക് വന്നു. മുകളിലായിരുന്നു ശിരഫ്, അതെന്ത് ചെയ്തു? താഴേക്ക് വന്നു. എന്താ താഴേക്ക് വരാൻ കാരണം? പൂതിമാരുതാം, പ്രസവ സമയത്തെ വായു കൊണ്ട്, പ്രസവ സമയത്ത് പൂതികാവാതം എന്ന് പറയും, അപാനവായുവിൻ്റെ ചലനവിശേഷം കൊണ്ട് ഈ ഗർഭസ്ഥ ശിശു മുകളിലേക്ക് ശിരഫിൻ്റെ ശിരഫ് നേരെ താഴേക്ക് വരും. അവാചീനം ക്ഷിപതി പ്രസൂത്यै, എന്തിനു വേണ്ടിയാണ്? പ്രസവിക്കാൻ വേണ്ടിയാ. കാരണം ശിരഫ് താഴേക്ക് വന്നെങ്കിലേ അതിൽ കൂടി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം പ്രസവിക്കുന്നതിന് വേണ്ടി പൂതിമാരുതാം, പൂതിമാരുതൻ്റെ കാറ്റേറ്റിട്ട് ഈ തല കീഴ്പോട്ടായിട്ട് എന്താണ് അവിടെ പുറത്തേക്ക് വരും. ഏവം കൃതമതിർഗർഭേ ദശമാഫ്യസ്തുവൻ ഋഷി സദ്യക്ഷിപത്യവാചീനം പ്രസൂത്यै പൂതിമാരുതാം. ഏവം ഗർഭേ കൃതമതിഃ ദശമാഫ്യഃ സ്തുവൻ ഋഷിഃ ഭവതി സദ്യഃ പൂതിമാരുതഃ പ്രസൂത്यै അവാചീനം ക്ഷിപതി. ഈ പൂതിമാരുതനാണ് പ്രസവിക്കാൻ വേണ്ടി ഈ ശിരഫ് താഴേക്ക് വിടുന്നത്. ഏവം കൃതമതിർഗർഭേ ദശമാഫ്യസ്തുവൻ ഋഷി സദ്യക്ഷിപത്യവാചീനം പ്രസൂത്यै പൂതിമാരുതാം. ഏവം കൃതമതിർഗർഭേ ദശമാഫ്യസ്തുവൻ ഋഷി സദ്യക്ഷിപത്യവാചീനം പ്രസൂത്यै പൂതിമാരുതാം. തേനാവസൃഷ്ടഃ കൃത്വാ വാക്ഷിര ആതുരാം വിനിഷ്ക്രാമതി കൃച്ഛ്രേണ നിശ്വാസോ ഹതസ്മൃതി. തേന, ആ വായു കൊണ്ട്, അപാനവായു എന്ന പ്രസവ സമയത്തുണ്ടാകുന്ന പൂതികാവാതം കൊണ്ട്, അവസൃഷ്ട, ആ വായുവിനെ കൊണ്ട്, അവസൃഷ്ട പുറത്തേക്ക് തള്ളപ്പെട്ടവനായി, അവസൃഷ്ട പുറത്തേക്ക് തള്ളപ്പെട്ടവനായി. വായു പുറത്തേക്ക് തള്ളുമ്പോഴാണ് ഈ കുട്ടി പ്രസവിക്കുന്നു എന്നുള്ള ആ ഒരു മട്ടിലേക്ക് വരിക. ഫഹഫ പെട്ടെന്ന്, കൃത്വാ വാക്ഷിര ആതുര, ശിരഫ് താഴേക്ക് വന്നിട്ട് ആതുരനായി, ദുഃഖിതനായിട്ട്, വിനിഷ്ക്രാമതി പുറത്തേക്ക് കിടക്കുന്നു. കൃച്ഛ്രേണ ദുഃഖിച്ചിട്ടാണ്, നിരുച്ഛ്വാസുവ പുറത്തേക്ക് വരുമ്പോൾ അകത്തുണ്ടായിരുന്ന ശ്വാസം നിന്നുപോകും. ഒരു നിമിഷം ശ്വാസമില്ലാതാണ് പുറത്തേക്ക് വരുന്നത്. പുറത്ത് വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ശ്വാസത്തെ വീണ്ടും സ്വീകരിക്കാം. ഇത്ര വിദഗ്ധമായിട്ടാണ് ഒരു ഋഷി ഒരു ഗർഭം എങ്ങനെയാണ് ഇവിടെ പ്രസവിക്കുന്നതിനെക്കുറിച്ച് പോലും ഒരു ലേബർ റൂമിൽ കയറിയിരുന്ന് ഒരിക്കലും ആർക്കും പഠിക്കാനാവാത്ത ആ സത്യമാണ് ഋഷി ഇവിടെ ആവിഷ്കരിച്ചത്. അതും ഒരു ഋഷിയാണ് ഇത് പറയുക. അതുകൊണ്ടാണ് നിരുച്ഛ്വാസ, ശ്വാസം പോകും. അപ്പോൾ എന്ത് പറ്റും? ഹതസ്മൃതി, ഇവിടെ നിന്ന് പറഞ്ഞതെല്ലാം മറന്നു. ഈ സ്തുതിയും മറന്നു, ഇതിനകത്ത് കിടന്ന് അപേക്ഷിച്ചതും മറന്നു, ഈശ്വരനെക്കുറിച്ചും മറന്നു, എല്ലാം മറന്നു. എന്താ കാരണം? തലതിരിഞ്ഞു പോയി. നമ്മൾ പറയില്ലേ തലതിരിഞ്ഞു പോയി എന്ന്. അതേ, തലതിരിഞ്ഞാണ് പ്രസവിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കിടന്ന് ഈ സ്തുതിച്ചതും ഈ പ്രാർത്ഥിച്ചതും ഈശ്വരനെ കണ്ടതും പറഞ്ഞതും എല്ലാം മറന്നു. ഹതസ്മൃതി, സ്മൃതി നഷ്ടപ്പെട്ടു പോയി. നിരുച്ഛ്വാസ, ശ്വാസം ഇല്ലാത്തവനാകും. പെട്ടെന്ന് ശിരഫ് പുറത്തേക്ക് വീണ് കഴിയുമ്പോൾ ആ ഒരു സെക്കൻഡ് ശ്വാസം ഇല്ലാണ്ടാവും. വീണ്ടും ഇവിടുത്തെ ശ്വാസം എന്ത് ചെയ്യും? സ്വീകരിച്ചിട്ടാണ് പിന്നെ ജീവനാകും. വാസ്തവത്തിൽ രണ്ടാമതൊരു ജന്മം എന്ന് തന്നെ ഇതിനെ എന്താണ് ഒരു ഉപനിഷത്ത്, അതായത് ഛാന്തോഗ്യ ഐതരേയ ഉപനിഷത്ത്
ഇതിനാണ് രണ്ടാമത്തെ ജന്മമായിട്ട് തന്നെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഒരു ജന്മം ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നു, രണ്ടാമതൊരു ജന്മം. അങ്ങനെ തേന അവസൃഷ്ട ഫഹ്വാ കൃത്വ അവാക്ഷിരാതുര. അങ്ങനെ ആ വായുവിനാൽ പുറത്തേക്ക് തള്ളപ്പെട്ടപ്പോൾ ആ തള്ളുന്ന വായുവിൻ്റെ വേഗത കൊണ്ട് ദുഃഖിതനായിട്ട് കഷ്ടപ്പെട്ട് വിഷമിച്ച് ദുഃഖത്തോടെ ശ്വാസഗതി നിലച്ച് അവിടെ വെച്ച് ചിന്തിച്ച് എല്ലാം മറന്ന് ഇത് പുറത്തേക്ക് വരുന്നു. വാസ്തവത്തിൽ ജന്മദുഃഖമാണ് ജീവിതത്തിലെ മഹത്തായ ദുഃഖം. മരിക്കുന്നതിന് പോലും ഇത്രയും ദുഃഖമില്ല. ഒരു സൃഷ്ടി, ഒരു ജന്മം, ഒരു ജനനം എന്തുമാത്രം വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് ശ്വാസം പോലും നിലച്ചു പോവുക. എന്നിട്ടാണ് ഈ പുറത്തേക്ക് വരുന്നത്. ഒരു സൃഷ്ടിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന മഹാദുഃഖങ്ങളുടെ പരമ്പര മനോഹരമായി ആവിഷ്കരിക്കാൻ ഈ ഭാഗവതത്തിലാണ് ഋഷി കണ്ടെത്തിയത്. അതും കബരനെ കൊണ്ട് അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. നോക്കൂ, എത്ര വൈപരീത്യങ്ങൾ കടന്നിട്ടാണ് ഋഷി ഈ സംഭവം നമ്മുടെ മുമ്പിൽ എത്തിക്കുക. തേനാവസൃഷ്ടഫഹസാം കൃത്വാവാക്ഷിര ആതുരാം വിനിഷ്ക്രാമതികൃത്സേണ നിരുച്ഛ്വാസോ ഹതസ്മൃതി. തേനാം അവാക്ഷിരകൃത്വാം ഫഹസാം അവസൃഷ്ടഃ ആതുരഃ നിരുച്ഛ്വാസഃ ഹതസ്മൃതിഃ കൃത്സേണ വിനിഷ്ക്രാമതി. തേനാവസൃഷ്ടഫഹസാ കൃത്വാ വാക്ഷിരാതുരാം വിനിഷ്ക്രാമതി കൃത്സേണ നിരുച്ഛ്വാസോ ഹതസ്മൃതി. തേനാവസൃഷ്ടഫഹസാ കൃത്വാ വാക്ഷിരാതുരാം വിനിഷ്ക്രാമതി കൃത്സേണ നിരുച്ഛ്വാസോ ഹതസ്മൃതി. പതിതോ ഭുവ്യസന്മൂത്രേ വിഷ്ടാഭൂരിവ ചേഷ്ടതേ രോരൂയതി ഗതേ ജ്ഞാനേ വിപരീതം ഗതിം ഗതാം. പതിതഃ വീഴുന്നു, ഭൂമിയിലേക്ക് വീഴുകയാണ്. ഭൂമിയിൽ എവിടേക്കാണ് വീഴുന്നത്? അഫൃക് മൂത്രേ, ചോരയും മൂത്രവും തളം കെട്ടി നിൽക്കുന്ന ഒന്നിലേക്കാണ് വീഴുക. അഫൃക്ക് ചോര. അഫൃക് മൂത്രേ വിഷ്ടാഭൂഹു ഇവ, ഒരു കൃമിയെപ്പോലെ. വിഷ്ടാഭൂ എന്ന് വെച്ചാൽ കൃമി. ചേഷ്ടതേ, ശ്വാസം കെട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അനങ്ങാൻ തുടങ്ങി. ഒരു പുഴു ചെളിക്കകത്ത് കിടന്ന് ഞൊവയ്ക്കുന്നത് പോലെ ഈ ശിശു ചോരക്കകത്തും മൂത്രത്തിനകത്തും കിടന്ന് ഇങ്ങനെ പരണ്ട് ചുറ്റും വ്യാപരിച്ച് പുളഞ്ഞ് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ കൈയും കാലും ഒക്കെ ഇങ്ങനെ ഇണക്കി ചേഷ്ടത. പതിതോ ഭുവി അഫൃന്മൂത്രേ വിഷ്ടാഭൂഹു ഇവ ചേഷ്ടത. എന്നിട്ടോ രോരൂയതി, വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടേയിരിക്കും. പ്രസവിച്ച് ശിരസ് പുറത്ത് കണ്ടാൽ ആദ്യം ചെയ്ത കരച്ചില, അപ്പം അത് കരയാൻ തുടങ്ങും. രോരൂയതി പുനഃപുനരതിശയനവ രൗതീതി രോരൂയതി എന്നാണ്. വീണ്ടും വീണ്ടും അതിശയകരമായിട്ട് കരയുന്നു. ഗതേ ജ്ഞാനേം, ജ്ഞാനം പോയില്ലേ? ഗർഭത്തിൽ വെച്ചുണ്ടായിരുന്ന ആ ജ്ഞാനം മുഴുവൻ പോയി. വിപരീതം ഗതിം ഗതാം, എന്നിട്ട് എന്ത് ചെയ്തു? വിപരീതമായ ഒരു ഗതിയെ പ്രാപിച്ചു. ഗർഭാവാസ അവസരത്തിലുണ്ടായിരുന്ന ആത്മജ്ഞാനം നശിച്ചു എന്ന് മാത്രമല്ല, അന്ധകാരതുല്യമായ അജ്ഞാനത്തിലേക്ക് പ്രാപിക്കുകയും ചെയ്തിട്ട് ഉച്ചത്തിൽ കരയുക. ഇതാണ് ഈ ശിശു ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പതിതോപുവ്യസന്മൂത്രേ വിഷ്ടാഭൂരിവ ചേഷ്ടതേ രോരൂയതി ഗതേ ജ്ഞാനേ വിപരീതം ഗതിം ഗതാം. അസന്മൂത്രേ ഭുവി പതിതഃ വിഷ്ടാഭൂഃ ഇവ ചേഷ്ടതേ ജ്ഞാനേ ഗതേ വിപരീതം ഗതിം ഗതഃ രോരൂയതി. പതിതോ ഭുവ്യസന്മൂത്രേ വിഷ്ടാഭൂരിവ ചേഷ്ടതേ രോരൂയതി ഗതേ ജ്ഞാനേ വിപരീതം ഗതിം ഗതാം. പതിതോ ഭുവ്യസന്മൂത്രേ വിഷ്ടാഭൂരിവ ചേഷ്ടതേ രോരൂയതി ഗതേ ജ്ഞാനേ വിപരീതം ഗതിം ഗതാം. പരച്ഛന്ദം ന വിദുഷാം പുഷ്യമാണോ ജനേന സാം അനഭിപ്രേതമാപന്ന പ്രത്യാഖ്യാതുമനീശ്വരാം.
അടുത്ത ദുഃഖം. ഇത് ആദ്യത്തെ. ഇനി വരുന്നത് എന്താണ്? പരച്ഛന്തം. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ, പരന്മാരുടെ ഛന്ദഹംസ ഇഷ്ടം, മറ്റുള്ളവരുടെ ഇഷ്ടത്തെ ന വിദുഷ അറിയാതിരിക്കുന്ന, ന വിദുഷ അറിയാതിരിക്കുന്ന, പുഷ്യമാണ പോഷിപ്പിക്കപ്പെടുന്ന, വളർത്തുന്ന, ജനേന ജനത്താൽ ഫഹ അവൻ. ഇനിയും ആരാണ് വളർത്തുക? അമ്മയാണ്. ഇത് കഴിഞ്ഞ അപ്പം മുതൽ എന്താണ്, പാല് കുടിക്കുമ്പോൾ മുതൽ അമ്മയുമായിട്ടുള്ള ബന്ധമായി പിന്നെ അമ്മയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അമ്മയ്ക്ക് ഈ കുട്ടിയുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിയത്തില്ല. പരച്ഛന്തം ന വിദുഷ ജനേന, മറ്റുള്ളവരുടെ ഇഷ്ടത്തെ അറിയാത്തതായ ജനത്താൽ ഫഹ പുഷ്യമാണ്, ഇവൻ വളർത്തപ്പെടും. അപ്പോഴോ അനഭിപ്രേതം ആപന്നഹാം, ഇഷ്ടമല്ലാത്തതിനെ പ്രാപിക്കുന്നു. അനഭിപ്രേതം, അഭിപ്രേതം ഇഷ്ടം, അനഭിപ്രേതം ഇഷ്ടമല്ലാത്തതിനെ ആപന്നഹ എന്ന് പ്രാപിക്കുന്നു. പ്രത്യാഖ്യാതും അനീശ്വരം, എന്താണ്? അതിനെ നിരാകരിക്കാൻ അശക്തനാണ്. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് ഈ കുട്ടി കരഞ്ഞാൽ ചിലപ്പോൾ മരുന്ന് കൊടുക്കും, ചിലപ്പോൾ എടുത്തുകൊണ്ട് നടന്ന് പാട്ടുപാടി ഉറക്കാൻ ശ്രമിക്കും. പക്ഷെങ്കിൽ ഈ കുട്ടിക്ക് വാസ്തവത്തിൽ ഇതായിരുന്നില്ല ആഗ്രഹം. വേദന എടുത്തിട്ടല്ല കരഞ്ഞത്, വിശന്നിട്ടാണ് കരഞ്ഞത്. ഇതാരറിയുന്നില്ല? ഈ അമ്മയ്ക്കറിയാമല്ല. അമ്മ വിചാരിക്കും എന്താണ്, വേദനിച്ചിട്ടാണ്. അല്ലെ അമ്മ വിചാരിക്കും വിശന്നിട്ടല്ല ഞാൻ കരഞ്ഞത്, പിന്നെന്താണ്, ഒരു കൊതുക് വന്ന് കടിച്ചു അതിനാ കരഞ്ഞത്, ആ വേദന ഭരിക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞാണ്, അതങ്ങ് പോയി. പക്ഷെ ഇതാരറിയുന്നില്ല? അമ്മ അറിയുന്നില്ല. അതുകൊണ്ടാണ് അനഭിപ്രേതം ആപന്നഹ, അനിഷ്ടത്തെ പ്രാപിച്ചുകൊണ്ട്. ഇനി പ്രത്യാഖ്യാതും അനീശ്വര, അപ്പം എന്താണ്, ഒരു നിപ്പിളിനകത്ത് കുറച്ച് മരുന്ന് വായിലേക്ക് ഒഴിച്ചു തന്നാൽ എനിക്കിത് വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇതിനല്ല ഞാൻ കരഞ്ഞത്, എനിക്കിതല്ല വേണ്ടതെന്ന് പ്രത്യാഖ്യാതും നിരാകരിക്കാൻ അശക്തനാണ്. നോക്കൂ എന്ത് വിഷമം അനുഭവിക്കും. ഓരോന്നിനെ കൊണ്ടുതരും, ഇതിനായിരിക്കും കരയുന്നത്. ഇതിനല്ല അമ്മ, എനിക്കിതല്ല വേണ്ടത് എന്ന് പറയാൻ ശക്തിയിലുണ്ടാകും. ഏതാണ്ട് ചുമ്മാ കരയും. എന്തിനാണെന്നറിയത്തില്ല, ഊഹിച്ച് ഓരോന്ന് ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനും പറ്റില്ല, ഇതിനല്ല എന്ന് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുവാന്ന് എന്ത് എളുപ്പമായിരുന്നു. പ്രത്യാഖ്യാതും അനീശ്വര, ഇത് എന്താണ്, ഒന്ന് തിരിച്ചു പറയാൻ അശക്തനായിട്ട് അനഭിപ്രേതമാപന്നഹ, അനിഷ്ടത്തെ പ്രാപിച്ചുകൊണ്ട് തന്നെ. ശിശുവിൻ്റെ അഭിപ്രായം അറിയാൻ ശക്തിയില്ലാത്ത അമ്മമാരാലാണ് വളർത്തപ്പെടുന്നത്. ഒന്നാഗ്രഹിച്ച് കരയുമ്പോൾ മറ്റൊന്ന് കൊണ്ടുകൊള്ളും. എന്നാലും അതിനെ നിരാകരിക്കാൻ സാമർഥ്യമില്ല. മറ്റൊന്ന് കൊണ്ടുകൊടുക്കുമ്പം ഇതല്ല വേണ്ടത് എന്ന് പറയാൻ പറ്റത്തില്ല. നോക്കൂ, ഗർഭത്തിൽ 10 മാസം കിടന്നുള്ളൂ, ഇവിടെ 15 മാസത്തോളം അതിനേക്കാൾ വലിയ കഷ്ടത അനുഭവിക്കാൻ പോവാണ്. അവിടെ വെച്ച് പിന്നെ ആരും ഇഷ്ടം സാധിക്കാനും കൊണ്ടുവരാനൊന്നും വരില്ല. ഇവിടെ കരച്ചിൽ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്താലും എനിക്ക് കരയാൻ അറിയത്തുള്ളൂ. വേദനിച്ച കരയും, ദാഹിച്ച കരയും, ഉറക്കം വന്ന കരയും, എന്താണ്, വെള്ളം കുടിക്കണ കരയും, കൊതുക് പിടിച്ച കരയും, ഇടത്തോട്ട് തിരിയണമെന്ന് തോന്നിയ അപ്പം കരയും. ഇതല്ലേ ഉള്ളൂ. ആകെ എനിക്കിതേ ചെയ്യാനുള്ളൂ. ഞാനിങ്ങനെ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ ഇഷ്ടം എന്താണെന്നറിയാൻ മേലാത്ത അമ്മ വേറെ പലതും കൊണ്ടുവന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കും. ഇതല്ല വേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നോക്കൂ, ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു കഷ്ടതയാണ്. എന്താണെന്ന് അറിഞ്ഞെങ്കിലല്ലേ അതിന് പ്രതിവിധി ചെയ്യാൻ പറ്റുള്ളൂ. ഇതാവാതെ ഞാനും വിഷമിക്കും, ഈ അമ്മയും വിഷമിക്കും. ഇത് കുറേ കാലം ഇന്നിക്കും. രണ്ടാമത്തെ സ്റ്റേജ് ഇതാണ്. പരച്ഛന്തം ന വിദുഷാ പുഷ്യമാണോ ജനേന ഫാം,
അനഭിപ്രേതമാപന്ന പ്രത്യാഖ്യാതുമനീശ്വരാം പരച്ഛന്തം ന വിദുഷാം ജനീന പുഷ്യമാണഃ ഫഹ അനഭിപ്രേതം ആപന്നഃ പ്രത്യാഖ്യാതും അനീശ്വരഃ പരച്ഛന്തം ന വിദുഷാ പുഷ്യമാണോ ജനേന ഫാം അനഭിപ്രേതമാപന്ന പ്രത്യാഖ്യാതുമനീശ്വരാം പരച്ഛന്തം ന വിദുഷാ പുഷ്യമാണോ ജനേന ഫാം അനഭിപ്രേതമാപന്ന പ്രത്യാഖ്യാതുമനീശ്വരാം ശൈതോശുചിപര്യങ്കേ ജന്തു സ്വേദജദൂഷിതേ നേശക്കണ്ടൂയനേ അംഗാനാം ആസനോത്ഥാനചേഷ്ടനേ. അടുത്ത വിഷമം ഷായിതോ. കിടക്കാനേ പറ്റും, ഇങ്ങനെ മലന്ന് കിടക്കാനല്ലാണ്ട് ഒന്നും പറ്റില്ല. ഷായിതോ, ഇവിടെ കിടക്കേണ്ടി വരും. അശുചി ഇല്ലേ, പലപ്പോഴും മലമൂത്രത്തിലായിരിക്കും കിടക്കേണ്ടി വരിക. ഈ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും നേരം കിട്ടുമ്പോൾ വന്നാൽ ഇതൊക്കെ ഒന്ന് മാറ്റി വീണ്ടും ഒന്ന് തുടച്ച് വീണ്ടും കെട്ടിയെടുത്ത് വെക്കും. ഇത്ര കഴിയുമ്പോൾ പിന്നെ ഇത് തന്നെ. കൂടുതൽ സമയവും ഞാൻ കിടക്കുന്ന എവിടെയായിരിക്കും? മലമൂത്രത്തിലായിരിക്കും. അശുചി പര്യങ്കേ. പര്യങ്കം എന്ന് വെച്ചാൽ കിടക്ക, അല്ലെ മെത്ത, കട്ടിൽ. നല്ല ഏറ്റവും വില കൂടിയ മെത്തയിലും കട്ടിലാണ് കിടക്കുന്നത്. പക്ഷെ എവിടെയാണ് കിടക്കുന്നത്? മലമൂത്രത്തിനകത്ത്. അതുകൊണ്ടാണ് ശായിതോ അശുചി പര്യങ്കേ ജന്തു. ഋഷിയെന്നും ജന്തു എന്നും രണ്ട് വാക്കാണ് ഈ ശിശുവിനെ ഇപ്പോഴും വിളിക്കുന്നത്. ജന്തു, പ്രാണൻ, ഇവിടെ പ്രാണി എന്നാണ്. സ്വേദജദൂഷിതേ. സ്വേദജം എന്ന് വെച്ചാൽ വിയർപ്പിൽ നിന്നും ഉണ്ടാകുന്നത്. സ്വേദം വിയർപ്പ്, സ്വേദജം വിയർപ്പിൽ നിന്നും ഉണ്ടാകുന്നത് എന്നർത്ഥം. വിയർപ്പിൽ നിന്നും ഉണ്ടാകുന്നത് കൃമികീടങ്ങളാണ്. മൂട്ട, അതുപോലുള്ള ചെറിയ കൃമികൾ, ചെറിയ കീടങ്ങൾ, അതൊക്കെ വിയർപ്പിൽ നിന്നുണ്ടാകുന്നതാണ്. ആ പേന്, മൂട്ട, ഇതൊക്കെ ശരീരം വിയർക്കുമ്പോൾ രോമകൂപത്തിൽ തന്നെ ഉണ്ടാകുന്ന, പുറത്തുനിന്ന് വരുന്നതല്ല. ഒന്ന് പുറത്തുനിന്ന് കയറി വരുന്ന ജന്തുക്കളാണെന്ന് പറയാൻ പറ്റും. ഒന്നാണ് സ്വേദജം എന്ന് വിളിച്ചത്. ആ സ്വേദജങ്ങളാൽ ദൂഷിതേ, അല്ലേ, മൂട്ട കടിക്കും, പേൻ കടിക്കും, ചെറിയ കൃമികൾ, കീടങ്ങൾ ഒക്കെ കടിക്കും. ഒന്നും വേണ്ട, താഴെ കിടത്തിയിട്ട് ഇങ്ങോട്ട് പോയാൽ ഉറുമ്പ് വന്ന് ചിലപ്പോൾ കടിച്ചിട്ട് പോകും. നമ്മളറിയത്തില്ല, എപ്പോഴും കൂടിയിരിക്കുകയല്ലോ. അപ്പം കരയും. അപ്പം നമ്മൾ പാലും കൊണ്ടുവരും. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? പാല് കുടിക്കേണ്ടിയിട്ടാണ്. അല്ലല്ലോ, പിന്നെന്താണ്? ഉറുമ്പ് കടിച്ച വേദന കൊണ്ട് കരഞ്ഞതാ. ഇതൊന്നും പറയാൻ പറ്റത്തില്ല. അമ്മ, എനിക്കിപ്പോൾ പാല് വേണ്ട, എനിക്ക് ഉറുമ്പ് കടിച്ച വേദനയാണ്. അവിടെ എന്ത് ചെയ്യണം? നേശക്കണ്ടൂയനെ. ഒന്ന് ചൊറിയാൻ പോലും ശക്തിയില്ല. ഈശഹ, നേശഹ, ശക്തനല്ല. ഈശൻ ശക്തൻ, നേശഹ ശക്തനല്ല. എന്തിനെ? കണ്ടൂയനെ. കണ്ടൂയനം ചൊറിച്ചിൽ. ഒരു ഉറുമ്പ് കടിച്ചിട്ട് പോയാൽ അവിടെ ഒന്ന് ചൊറിഞ്ഞാൽ മതി, അപ്പം തീരും. പക്ഷെ ചൊറിയാൻ പറ്റില്ല. കണ്ടൂയനെ നേശഹ. അംഗാനാം ആഫനോത്ഥാനചേഷ്ടനേ. അംഗങ്ങൾ ആഫന ഉത്ഥാനചേഷ്ടനെ, ഇരിക്കാനോ എഴുന്നേക്കാനോ അശക്തനാണ്. പിന്നെ എന്തേ പറ്റത്തുള്ളൂ? രോരൂയത്തെ, ഉറക്ക കരയാത്ര തന്നെ. പല പ്രാവശ്യം നോക്കും, ഒന്ന് എണീറ്റാ കൊള്ളാമെന്ന്. പറ്റില്ല. ഒന്ന് തിരിഞ്ഞിട്ടെണീക്കാം, തിരിയാനും പറ്റില്ല. അപ്പം കരയും. എന്തിനാ കരയുന്നത്? തിരിയാൻ പറ്റത്തേന് കരഞ്ഞ. അപ്പം അമ്മ എന്ത് ചെയ്യും? മരുന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ പാല് കൊണ്ടു കൊടുക്കും. ഇതൊക്കെയല്ലേ അമ്മയുടെ ഉള്ളൂ. ഇതൊന്നും അറിയുന്നേ ഇല്ല. നോക്കൂ എന്ത് വിഷമതകളാണ്. അത് അംഗാനാം ആഫന ഉത്ഥാന ചേഷ്ടനി നേശഹ. കണ്ടൂയനെ. ചൊറിയാൻ ശക്തിയില്ല, എഴുന്നേക്കാൻ ശക്തിയില്ല, ഇരിക്കാൻ ശക്തിയില്ല. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് മാറിയാൽ ഈ ഉറുമ്പുകടി അവിടെ നിന്ന് മാറും. പറ്റില്ല. അവിടെ നിന്ന് അവിടെ കിടന്ന് കൈകൊള്ളാനേ പറ്റുള്ളൂ. അറിയാമെങ്കിൽ പോലും അവിടെ മാറാൻ പറ്റില്ല. ഇത് കുറേ കാലം. ഇതുകൊണ്ടാണ് അതിനകത്ത് കിടന്നപ്പോൾ പറഞ്ഞ, ഈശ്വര, എന്നെ ഇനി പുറത്തേക്ക് വിടണ്ട. വിട്ടാൽ എന്തൊക്കെയായിരിക്കും ഞാനിവിടെ അനുഭവിക്കേണ്ടി വരുന്നത്? എണ്ണി തീർക്കാനാവാത്ത പോലെ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ തുടങ്ങി വരിക എന്നർത്ഥം. നോക്കൂ, എത്ര നാൾ മുമ്പ് തുടങ്ങിയതാണ്. ഗർഭത്തിൽ കിടന്നപ്പം അത് തുടങ്ങിയതാണ്. ഇതിങ്ങനെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ ഈ വ്യാസനെ പറ്റുള്ളൂ.
മറ്റാര് വിചാരിച്ചാലും ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. ഷായിതോ അശുചി ഭജ്യങ്കേ അജന്തു പേദജദൂഷിതേ നേശക്കണ്ടൂയനേങ്കാനാം ആഫനോത്ഥാന ചേഷ്ടനേ ജന്തു സ്വേദജദൂഷിതേ അശുചിപര്യങ്കേ ഷായിതഹാം അംഗാനാം കണ്ടൂയനെ ആഫനോത്ഥാന ചേഷ്ടനെ നേശഃ യോരൂയത്തെ. ഷായിതോ അശുചിപര്യങ്കേ അജന്തു സ്വേദജദൂഷിതേ നേശക്കണ്ടൂയനേങ്കാനാം ആഫനോത്ഥാന ചേഷ്ടനെ ഷായിതോ അശുചിപര്യങ്കേ അജന്തു സ്വേദജദൂഷിതേ നേശക്കണ്ടൂയനേങ്കാനാം ആഫനോത്ഥാന ചേഷ്ടനേ തുദന്ത്യാം അത്വജം ദംശോ മശകാ മത്കുണാദയാം രുദന്തം വിഗതജ്ഞാനം ക്രമയ ക്രമികം യഥാം. തുദന്തി ആമത്വചം, തുദന്തി വേദനിപ്പിക്കുന്നു. ആമത്വചം പാകമാകാത്ത ത്വക്ക്. ആമ എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ആമയല്ല, പാകപ്പെടാത്തതിനർത്ഥം. ആമകുംഭം, രാമായണത്തിൽ ആമകുംഭാമ്പ് ഫദേശം ആപത്ത് പോവും അതേതും ആയുഫ് പോവും അതേതും അറിവിയില്ല എന്ന് ആ ലക്ഷ്മണോപദേശത്തിലെ വരിയുണ്ട്. അവിടെ ആമകുംഭം എന്ന് വെച്ചാൽ ആമയും കുടവും എന്നല്ല, എന്താണ് ചുട്ടുപഴുപ്പിക്കാത്ത പാകപ്പെടുത്താത്ത കുടം എന്നർത്ഥം. പച്ചയായ കുടം, ആമയായ കുടം. അപ്പം ആമകുംഭം എന്ന് വെച്ചാൽ പാകപ്പെടുത്താത്ത. അപ്പം എന്ത് ചെയ്യും? അതിനകത്ത് വെള്ളം ഒഴിച്ചാൽ അങ്ങ് പോകും. ഇതുപോലാണ് ആയുഫ് പോകുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആമകുംഭാമ്പ് സമാനം ആയുഫ് പോവും, അത് ഏതും അറിയില്ല. പച്ചക്കുളത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചാൽ 1-2 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പം വെള്ളം മുഴുവൻ പോയിരിക്കും, ഒന്നും കാണുകയില്ല. അതിനാണ് ഇത് ചുട്ടെടുക്കുന്നത്. ചുട്ടെടുത്താൽ പിന്നെ അതിനകത്ത് വെള്ളം നിന്നോളൂ. അതുപോലെയാണ് ആമശബ്ദത്തിന് പാകമാകാത്തതെന്നർത്ഥം. ആമത്വചം, ത്വക്കെന്ന് വെച്ചാൽ ഈ തൊലി. ഈ തൊലി പാകമായതല്ല, ആമത്വക്ക. ആമത്വചം തുദന്തി. ആമത്വക്കിനെ എന്ത് ചെയ്യുന്നു? വേദനിപ്പിക്കുന്നു. ഈ തൊലി വേദനിക്കും. എന്ത് ചെയ്തിട്ട്? ദംശാഹ, കടിക്കുന്നവർ. ദംശാഹ, കടിക്കുന്നവർ. ആരാണ്? മശകാ മത്കുണാദയാം, മശകവും മക്കുണവും. മൂട്ടയും കൊതുവും. മൂട്ടയും കൊതുവും എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് വന്ന് കടിക്കും. ഈ തോലാണെങ്കിലോ, ഈ തൊലിയോ എത്ര നേർത്തതാണ്, അത് സഹിക്കാൻ മേലാതാവും. ഇപ്പം കുറച്ച് പാകമായ തൊലിയാണെങ്കിൽ ഒരു മൂട്ട വന്ന് കടിച്ചാലോ കൊതുക് കടിച്ചാലോ ഒക്കെ സാരമില്ല, സഹിക്കാം. പക്ഷെ ഈ കുട്ടിക്കത് പറ്റില്ല. കാരണം എന്താണ്? ആമത്വക്കം. അങ്ങനെ ആമത്വജം മക്കുണമശകാദികളുടെ ദംശം കൊണ്ട് തുദന്തി, വേദനിക്കും. രുദന്തം വിഗതജ്ഞാനം, അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. നോക്കോളൂ, മൂട്ട കടിച്ചാൽ കരയും, കൊതുക് കടിച്ചാൽ കരയും. കാരണം എന്താണ്? അതിനൊന്നും തൂക്കാൻ പറ്റത്തില്ല. തൂത്താൽ ആ തൊലി അത്രയ്ക്ക് നേർത്തതാണ്. രുദന്തം വിഗതജ്ഞാനം, അതിനുള്ള അറിവൊന്നും ഇല്ലാണ്ട് പോകും. ക്രമയ ക്രമികം യഥാം, കൃമികൾ സൂക്ഷ്മകൃമികളെ എന്ന പോലെ, വലിയ കൃമി കൊച്ചു കൃമികളെ കടിക്കുന്നത് പോലെ. വലിയ കൃമികൾ കൊച്ചു കൃമികളെ കടിക്കുന്നത് പോലെ. ഈ മൃദുവായ തോലിലാണ് ഈച്ച കടിക്കും, മുട്ട കടിക്കും, കൊതുക് കടിക്കും. വലിയ പുഴുവിനെ മറ്റ് ജന്തുക്കൾ വന്ന് കടിക്കുന്നത് പോലെ, പുഴുക്കൾ ഒരുമിച്ച് ഉപദ്രവിക്കുന്നത് പോലെ കടിച്ചു വേദനിപ്പിക്കും. അത് സഹിക്കാൻ മേലാതാവും. പക്ഷേ ഇതാണ് ഉപദ്രവം എന്ന് പറയാൻ ശക്തിയുമില്ല, അറിവുമില്ല. ഉച്ചത്തിൽ കരയും, ഇത് മാത്രം പറ്റും. ഈ സന്ദർഭത്തിൽ ഉറക്ക കരയും. അപ്പോൾ കുട്ടികൾ കരയുന്നത് നോക്കൂ, എന്തുകൊണ്ടാണ് എന്ന് ഒരു ഋഷി കണ്ടുപിടിച്ച് നമ്മോട് പറഞ്ഞു തന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം?
ഈ ഈച്ച കടിച്ചോ കൊതുക് കടിച്ചോ എന്നൊക്കെ ആദ്യം നോക്കണം. അല്ലെങ്കിൽ ചുമ്മാതെ ഈ തൊലി മൊത്തം കൈ കൊണ്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ സോഫ്റ്റായ എന്തെങ്കിലും തുണി വെച്ചും തൂത്ത് കൊടുത്താൽ മതി, കരച്ചിന്. എത്ര വിദഗ്ധമായിട്ടാണ് നമ്മളിത് ഉപദേശിച്ചത്. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇതിനൊക്കെ ആയിരിക്കും കൂടുതൽ സമയം കരയുന്നത്. വിശക്കുന്നതിന് ഇത്ര മണിക്കൂർ എന്നൊരു കണക്കുണ്ട്. അത് കഴിഞ്ഞേ അത് കരയത്തുള്ളൂ. ഇനി വല്ല അസുഖമോ വേദനയോ ഒക്കെ ആണെങ്കിൽ അത് കരയും. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിൽ പ്രതിവിധി ചെയ്യണം. ഇതൊന്നും ഇല്ലാതെ കണ്ട് എന്ത് കഷ്ടതകൾ അവിടെ അനുഭവിക്കേണ്ടി വരും. തുദന്ത്യാമത്വജം ദംശാമശകാമത്കുണാദയാം രുദന്തം വിഗതജ്ഞാനം ക്രമയക്രമികം യഥാം. ആമത്വജം രുദന്തം വിഗതജ്ഞാനം കൃമികം കുർമയഃ യഥാ തുദന്തി. തുദന്ത്യാമത്വജം ദംശാമശകാമത്കുണാദയാം രുദന്തം വിഗതജ്ഞാനം ക്രമയക്രമികം യഥാം. തുദന്ത്യാമത്വജം ദംശാമശകാമത്കുണാദയാം രുദന്തം വിഗതജ്ഞാനം ക്രമയക്രമികം യഥാം. ഇത്യേവം ശൈശവം ഭുക്ത്വാ ദുഃഖം പൗഗണ്ഡമേവ ചാം അലബ്ധാഭിപ്സിതോ അജ്ഞാനാത് ഇദ്ധമന്യുശ്ചാർപ്പിതാം. ഫഹദേഹേന മാനേന വർദ്ധമാനേന മന്യുനാം കരോതി വിഗ്രഹം കാമി കാമിഷ്വന്തായുരത്മനാം. ഇതി ഏവം, ഇങ്ങനെ ശൈശവം ഭുക്ത്വ, ശൈശവം അനുഭവിച്ചു തീർക്കും. ഇതിന്റെ പേരാണ് ശൈശവം. ഭുക്ത്വ, അനുഭവിച്ചിട്ട്, ശിശുവിൻ്റെ ഭാവത്തിലുള്ള ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട്, ശൈശവം ഭുക്ത്വ, ദുഃഖം, ശൈശവം ദുഃഖം ഭുക്ത്വ, ശൈശവമായ ദുഃഖം അനുഭവിച്ചിട്ട്, പൗഗണ്ഡമേവതാം, അടുത്തത് പൗഗണ്ഡമാണ്, ബാലനായിരിക്കുന്ന അവസ്ഥ. അതിനെയാണ് പൗഗണ്ഡം എന്ന് വിളിക്കുന്നത്. അവിടെ അലബ്ധാഭിപ്സിതോ, ലഭിക്കാത്ത കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കും. അലബ്ധ അഭിപ്സിതൻ, അലബ്ധമായതിനെ ലഭിക്കണം എന്നാഗ്രഹിച്ചിട്ട്. എന്തുകൊണ്ടാണ്? അജ്ഞാനാത്, അറിയില്ലായ്മ കൊണ്ടാണ്. ഇദ്ധമന്യു, ഇങ്ങനെ കോപത്തെ ഉണ്ടാക്കിയിട്ട്, ശുചാർപ്പിത, ദുഃഖത്തിൽ വീണ്ടും അകപ്പെടുക ചെയ്യും. ശൈശവം കഴിഞ്ഞാൽ കഴിഞ്ഞു, സുഖമായി, ഇതൊന്നും കടന്നു കിട്ടിയാൽ മതി എന്ന് അന്ന് വിചാരിക്കും. അത് കഴിഞ്ഞാലോ അടുത്തേ വരുമ്പം അതിനൊക്കെ കഷ്ടം. അപ്പോഴും ദുഃഖം അനുഭവിക്കാൻ പോവാം. എന്താ അടുത്തേ വരുന്ന ദുഃഖം? പൗഗണ്ഡത്തിൽ അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ദേഹത്തോടൊപ്പം ദുഃഖം വ്യാപരിച്ചിട്ട് തൻ്റെ കോപത്തെ അധികരിച്ചു വരും. അലബ്ധ അഭിപ്സിതോ അജ്ഞാനാത്, അലബ്ധമായത് ലഭിക്കണം എന്നിങ്ങനെ ആഗ്രഹിക്കും. ബാലനായിരിക്കുമ്പോഴത്തെ ഏറ്റവും വലിയ ദുഃഖം എന്നാണ്, എന്ത് കണ്ടാലും എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം എന്നാഗ്രഹിക്കും. അതല്ലേ മുകളിലേക്ക് നോക്കിയിട്ട് അമ്പിളി അമ്മാവനെ എനിക്ക് പിടിച്ചു തരൂ എന്ന് പറയും. അലബ്ധമായതിനെ തനിക്ക് ലഭിക്കണം എന്നാഗ്രഹിക്കും. ഇത് കിട്ടില്ല എന്നപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ എന്തുണ്ടാകും? ഇദ്ധമന്യു, കോപം കൂടും. എന്നിട്ട് ശുചാർപ്പിത, ദുഃഖത്തിലാവും. അപ്പം എന്ത് ചെയ്യണം? ഞാൻ അമ്പിളി അമ്മാവനെ പിടിച്ചു തരാം, കുറച്ച് കഴിയട്ടെ, അത്രയേ ഉള്ളൂ. പറ്റില്ല എന്ന് പറയരുത്. ബാല്യാവസ്ഥയിൽ ഒന്നിനെ നിഷേധിക്കരുത്. പിന്നീട്ട് നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി കാമങ്ങളെ ഇല്ലായ്മ ചെയ്യണം. ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കാലമാണ് ബാല്യം. എന്ത് കണ്ടാലും എനിക്ക് വേണം. ഒരു കടയിൽ ചെന്നാൽ കടയിലെ മുഴുവൻ സാധനവും എൻ്റെ വേണം എന്നാണ് മോഹം. എന്തിനായിരുന്നു അറിയത്തില്ല. നിനക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെയാണ് ഇവർ തമ്മിൽ അടിപിടിയും വഴക്കും ദേഷ്യവും ബഹളമൊക്കെ ഉണ്ടാകുന്ന അവിടെയാണ്. അപ്പോൾ അവനോട് മേടിച്ചു തരാം, നാളെ ആട്ടെ, ഇന്ന് പൈസയില്ല, പിന്നെ ആട്ടെ, കുറച്ച് കഴിയട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ആഗ്രഹത്തെ എന്ത് ചെയ്യണം? നീട്ടിക്കൊണ്ടുപോകണം. നീട്ടിക്കൊണ്ടുപോയാൽ അന്ന് വൈകുമ്പോൾ ഇതങ്ങ് തീരും. പിറ്റേ ദിവസം വേറെ കടയിൽ ചെന്നാൽ വേറെ ആഗ്രഹമായിരിക്കും. അതിനെ എന്ത് ചെയ്യണം? നാളെ ആട്ടെന്ന് നീട്ടിക്കൊണ്ടുപോയി അതിനെ ഇല്ലായ്മ ചെയ്യണം. ഇങ്ങനെ അപ്പോഴുണ്ടാകുന്ന ആഗ്രഹങ്ങളെ
ബാധിച്ചു കൊടുക്കാനല്ല ശ്രമിക്കേണ്ടത്. എന്ത് ചെയ്യണം? ഇല്ലായ്മ ചെയ്യണം. അപ്പം ലഭിക്കാനാവാത്ത ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കോപം വരും. അത് പിന്നെ ദുഃഖമായിട്ട് പരിണമിക്കും. സഹദേഹേന മാനേന വർദ്ധമാനേന മന്യുന. ദേഹം വളരുന്നതനുസരിച്ച് കോപവും വളരും. ശരീര അവയവങ്ങൾ പുഷ്ടി പ്രാപിച്ച് വളരുന്നതോടൊപ്പം ആരും വളരും? കോപവും വളരും. മന്യുന. സത്യമാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സഹദേഹേന മാനേന, ദേഹത്തിലെ അഭിമാനത്തോടൊപ്പം വർദ്ധമാനേന മന്യുന, വർദ്ധിച്ചു വരുന്ന കോപത്താൽ കരോതി വിഗ്രഹം കാമീം. വിഗ്രഹം എന്ന് വെച്ചാൽ കലഹം, വഴക്ക് എന്നർത്ഥം. യുദ്ധം വരെ ആവാം. കരോതി വിഗ്രഹം, കലഹം ഉണ്ടാക്കുന്നു. കാമീ, കാമിയായ അവൻ. കാമിഷു അന്തായ ചത്മനാം, കാമികളിൽ നാശത്തിന് വേണ്ടിയിട്ട് കാമത്തോടു കൂടിയവനായ അവൻ ഒരു കലഹം തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഓരോ വീട്ടിലെയും കലഹത്തെ എത്ര 1000 വർഷം മുമ്പാണ് ഋഷി നമുക്ക് വരച്ച് കാണിച്ചത്. 5 വയസ്സ് വരെയാണ് ശൈശവം എന്ന് പറഞ്ഞത്. ശേഷം 6 മുതൽ 16 വരെയുള്ള കാലത്തിന് പൗഗുണ്ഡം എന്ന് വിളിക്കും. അതിൽ പിന്നെയുള്ള കാലമാണ് യൗവനം. അത് അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാണ്. ഇന്നത് നേരെ കുറച്ച് മാറി വരും. 3 വയസ്സ് വരെയുള്ളൂ ശൈശവം. അതിനുശേഷം 12 വയസ്സ് വരെയുള്ളൂ ബാല്യം. 13 മുതൽ ടീൻ എന്ന് പറയുന്ന ടീൻ ഏജ് മുതൽ യൗവനത്തിലേക്ക് വരികയാണ്. കാരണം അന്ന് 120 ആയുസ്, ഇന്നിപ്പോൾ അത്രയില്ല. ഇന്ന് ആയുസ് 80, 90 ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഇതെല്ലാം പുറകോട്ട് മാറി വരും. അങ്ങനെ മുകളിൽ വിവരിച്ച വിധത്തിൽ ശൈശവവും പൗഗണ്ഡവും ദുഃഖത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ യൗവനത്തിൽ വരും. യൗവനത്തിൽ ദേഹം വളർന്നു വരുന്നതോടുകൂടി ഞാനെന്ന ആ ഭാവം, അഭിമാനം അജ്ഞാനം കൊണ്ട് വളർന്ന് വർദ്ധിച്ച്, യൗവനത്തിൽ ആഗ്രഹം വർദ്ധിച്ച്, താൻ ആഗ്രഹിക്കുന്ന പദാർത്ഥങ്ങളൊക്കെ തനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹിക്കും. അത് കിട്ടാതെ വന്നാൽ ദേഷ്യമാകും, ദുഃഖമാകും. നോക്കിക്കോളൂ, ഈ ബാല്യത്തിലെയും ഇനിയും വരാൻ പോകുന്ന യൗവനവും. യൗവനത്തിൽ ഇത് തന്നെ അവസ്ഥ. ആഗ്രഹിക്കുന്ന വസ്തു കിട്ടാവന്നാൽ ദേഷ്യമാകും. ആഗ്രഹത്തെ നിഷ്ഫലമാക്കാൻ വേണ്ടി പ്രയത്നിക്കും. അപ്പോൾ എന്തുണ്ടാകും? കലഹം ഉണ്ടാകും. ഇത് സാധിച്ചു തരില്ല എന്ന് വീട്ടുകാർ പറഞ്ഞാൽ അപ്പം വഴക്കായി, അടിപിടിയായി. ഇങ്ങനെയുള്ള കലഹം ആത്മനാശത്തിന് കൂടി കാരണമായി വരാം. ആത്മഹത്യക്ക് വരെ ഇത് കാരണമായിട്ട് വരാം ഈ കലഹം. ഓരോ വീടുകളിലും ഉണ്ടാകുന്ന കലഹത്തെ എത്ര തന്ത്രപരമായിട്ടാണ് ഋഷി ഇവിടെ ആവിഷ്കരിച്ചത്. നമുക്കൊന്നും ഇതൊക്കെ കണ്ടിട്ടാണോ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? ഇന്ന് ഓരോ വീട്ടിലും അനുഭവിക്കുന്ന അനുഭവങ്ങളാണ്. ശൈശവകാലത്ത്, പിന്നൊരു ബാല്യകാലത്ത്. ശൈശവം കഴിഞ്ഞപ്പോൾ ശാന്തമായി. ഇല്ല, വേറെ ദുഃഖമാകും. ബാല്യകാലത്തെ ദുഃഖം. ബാല്യം കഴിഞ്ഞു, യൗവനമായി. ഇനി അവൻ്റെ പാട്ടിന് നോക്കോളൂ. അല്ല, അപ്പോഴും ദുഃഖമാണ്. കാരണം സുഖപദാർത്ഥങ്ങൾ സംഭരിക്കാൻ വേണ്ടി താൻ ഓടി നടക്കും. കിട്ടാ വരുമ്പോൾ ദേഷ്യമാകും. ആ ദേഷ്യം ദുഃഖമാകും. താൻ ആഗ്രഹിക്കുന്നതിനെ ആരെങ്കിലും തടഞ്ഞാൽ അവിടെ കലഹമുണ്ടാകും, അടിപിടിയാകും, വെട്ടും വഴക്കമാകും. ഇത് അവസാനം തന്നെ നാശത്തിന് കാരണമായിത്തീരും. ഇത്യേവം ശൈശവം ഭുക്ത്വാ ദുഃഖം പൗഗുണ്ഡമേവ ചാം അലബ്ധ അഭിപ്സിതോജ്ഞാനാത് ഇദ്ധമന്യുഷ്ടാത്പിതാം സഹദേഹേന മാനേന വർദ്ധമാനേന മന്യുനാം കരോതി വിഗ്രഹം കാമി കാമിഷ്വന്തായ ചത്മനാം. ഇത് ഏവം ശൈശവം ദുഃഖം പൗഗണ്ഡം ഏവച ഭുക്ത്വാ അജ്ഞാനാത് സഹദേഹേന ശുച അർപ്പിതഃ ആത്മനഃ വർദ്ധമാനേന മന്യുന അന്തായ കാമീ വിഗ്രഹം കരോതി. ഇത്യേവം ശൈശവം ഭുക്ത്വാ ദുഃഖം പൗഗണ്ഡമേവ ചാം അലബ്ധാഭിപ്സിതോ ജ്ഞാനാത് ഇദ്ധമന്യുഷ്ടാത്പിതാം സഹദേഹേന മാനേന വർദ്ധമാനേന മന്യുനാം കരോതി വിഗ്രഹം കാമീ കാമിഷ്വന്തായ ചാത്മനാം. ഇത്യേവം ശൈശവം ഭുക്ത്വാ ദുഃഖം പൗഗണ്ഡമേവ ചാം
അലബ്ധാഭിപ്സിതോ ജ്ഞാനാദിത്തമന്യുഷുരാർപ്പിതാം ഫഹദേഹേന മാനേന വർദ്ധമാനേന മന്യുന കരോതി വിഗ്രഹം കാമീ കാമിഷ്വന്തായ ചാത്മനാം ഭൂത്യേ പഞ്ചഭിരാരബ്ധേ ദേഹേ ദേഹബുദ്ധോ ഫകൃത് അഹം മമേത്യഫദ്ഗ്രാഹ കരോതി കുമതർമതിം ഭൂതൈഃ പഞ്ചഭിഃ ആരബ്ധേ ദേഹേ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ആരംഭിച്ച ഈ ദേഹത്തിൽ ഭൂതൈഃ പഞ്ചഭിഃ ആരബ്ധേ ദേഹേ പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഈ ശരീരത്തിൽ ദേഹി അബുദ്ധോ അഫകൃത് ദേഹ്യബുദ്ധോ അഫകൃത് ദേഹി ജീവൻ അബുധോ അബുധനായിട്ട് അറിവില്ലായ്മ കൊണ്ട് അഫകൃത് പല പ്രാവശ്യം അഹം മമ ഇതി അഫദ്ഗ്രാഹ അഹം മമേത്യഫദ്ഗ്രാഹ ഞാനെന്നും എൻ്റേതുമെന്നുള്ള അഫത്തിനെ ഗ്രഹിക്കും. അഹം മമ ഇതി അഫദ്ഗ്രാഹ കരോതി ചെയ്യുന്നു. കുമതിഹി മതി കുമതി ദുഷ്ടബുദ്ധിയായ അവൻ തൻ്റെ ബുദ്ധിയെ ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവത്തിലേക്ക് തിരിച്ചുവിടും. ഈ ശരീരം ഉണ്ടാക്കിയത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. അപ്പൊ വാസ്തവത്തിൽ ഈ ശരീരം ആരുടേതാണ്? പഞ്ചഭൂതങ്ങളുടെയാണ്. അതിലാണ് ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവം ബലമായി ഉറപ്പിക്കും. എന്തുകൊണ്ട്? അജ്ഞാനം കൊണ്ട്. അപ്പം എന്തായും ബുദ്ധി ഉത്സിതമാകും, ദുഷ്ടബുദ്ധിയാകും. ആ ജീവാത്മാവ് അഫത്തായ ശരീരത്തിൽ അഭിമാനത്തിന് ബലം കൂടി പിന്നെയും അതിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കും. യൗവനകാലത്തിലെ ഏറ്റവും വലിയ വൈഷമ്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ആ അഭിമാനം കൂടുന്ന കാലഘട്ടം യൗവനമാണ്. ശരീരങ്ങൾക്ക് അംഗപുഷ്ടി ഉണ്ടാകുമ്പോൾ, ഓരോ അവയവവും വളർന്ന് വികസിച്ച് വലുതാകുമ്പോൾ അതിൽ നിന്നും അതോടൊപ്പം തന്നെ ആന്തരിക ഭാവങ്ങളും വളർന്നു വലുതാകും. യൗവനകാലത്ത് ഏറ്റവും വളർന്ന് വലുതാകുന്നത് ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവമാണ്. ഞാൻ പഞ്ചഭൂതങ്ങളാണ്. ഈ പ്രകൃതി മുഴുവനും പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇവിടെ ഞാൻ ആരാണ്? എൻ്റേതാരാണ്? ഇത് അറിവില്ലായ്മ കൊണ്ട്, അജ്ഞാനം കൊണ്ട് ആ ദുഷ്ടമതിയെ ചെയ്തിട്ട് ഈ ദുർബുദ്ധിയോടുകൂടി അഭിമാനത്തിൻ്റെ ആധിക്യത്തോടുകൂടി ബലമായ അഭിമാനത്തോടെ യൗവനകാലം ജീവിക്കേണ്ടി വരും. ഇത് മറ്റൊരു ദുഃഖത്തിന് കാരണമായി. എവിടെയാ സുഖം? നോക്കുള്ളൂ. ഗർഭത്തിൽ ജനിച്ച് ബീജങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് അവയവങ്ങൾ രൂപീകരിച്ച് 5-ാം മാസം മുതൽ തുടങ്ങിയ ദുഃഖമാണ്. എവിടെയാണ് കുറവ്? ഇതാ ഇപ്പം യുവാവായി, അപ്പോൾ വല്ല കുറവുണ്ടോ? അപ്പം അത് വേറൊന്നായി. ഇങ്ങനെ ഈ മനുഷ്യജീവിതം മുഴുവൻ ദുഃഖകലുഷിതമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തലാണ് ഋഷി ഈ ഒരു കഥയിൽ കൂടി നമ്മെ ബോധ്യപ്പെടുത്തി. ഭൂതൈ പഞ്ചഭിരാരബ്ധേ ദേഹേ ദേഹ്യബുധോഫകർ അഹം മമേത്യഫദ്ഗ്രാഹ കരോതി കുമതിർമതിം പഞ്ചഭിർഭൂതൈ ആരബ്ധേ ദേഹേ അഹം മമ ഇതി അഫദ്ഗ്രാഹ കുമതിഃ അബുധഃ ദേഹി മതിം കരോതി. ഭൂതൈ പഞ്ചഭിരാരബ്ധേ ദേഹേ ദേഹ്യബുധോഫകൾ അഹം മമേത്യഫദ്ഗ്രാഹ കരോതി കുമതിർമതിം ഭൂതൈ പഞ്ചഭിരാരബ്ധേ ദേഹേ ദേഹ്യബുധോഫകൾ അഹം മമേത്യഫദ്ഗ്രാഹ കരോതി കുമതിർമതിം. ഈ അധ്യായം എന്തായാലും നമുക്ക് ഇന്നൊന്നും തീരില്ല. ഒരു 10-45 ശ്ലോകമുണ്ട്. നമ്മുടെ സമയം ഏതാണ്ട് ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കി ശ്ലോകങ്ങൾ 48 ശ്ലോകമുണ്ട്. ഇപ്പം 30 ആയതേ ഉള്ളൂ. നമുക്ക് 31 മുതൽ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. ഉപസംഹരിച്ചിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന് മുമ്പ് നാളെ ക്ലാസ്സില്ല എന്നൊരു വിവരം കൂടി അറിയിച്ചേക്കാം. നാളെ എനിക്കൊരു യാത്രയുണ്ട്. വൈകിട്ട് നേരത്തെ പോകും. അപ്പോൾ പിന്നെ ക്ലാസ് എടുത്തിട്ട് പോകാൻ പറ്റില്ല, ട്രെയിനിലായിരിക്കും.
അതുകൊണ്ട് നാളെ ക്ലാസ് എടുക്കാൻ പറ്റില്ല, നാളെ ക്ലാസ് ഇല്ല എന്നുള്ള കാര്യം ഇന്ന് അറിയിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അറിയിച്ചോളും, ഞാൻ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഉപസംഹരിച്ചതിന് ശേഷം സംശയങ്ങൾ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണരൂപേണ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.